നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നട്ടാൽ മുളയ്ക്കാത്ത നുണ പറഞ്ഞ് പരത്തുന്നതിന് കോൺഗ്രസിന് കഴിഞ്ഞിട്ടേ വേറെ ആളുകളുള്ളൂ. പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു മര്യാദയുമില്ലാത്ത ദുഷ്പ്രചരണങ്ങളായിരുന്നു കോൺഗ്രസും സഖ്യകക്ഷികളും അഴിച്ചുവിട്ടത്. എല്ലാ സ്ത്രീകൾക്കും അവരുടെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ വരും, സ്ത്രീകൾക്ക് സർക്കാർ സർവീസുകളിൽ 50% സംവരണം തുടങ്ങി കേട്ടുകേൾവിയില്ലാത്ത വാഗ്ദാനങ്ങൾ വരെ കോൺഗ്രസ് നടത്തിയിരുന്നു. എന്നാൽ അതിൽ ഏറ്റവും ഭീകരമായിട്ടുള്ളത് ഭരണത്തിലേറിയാൽ നരേന്ദ്രമോദി ഭരണഘടന തിരുത്തും എന്നതായിരുന്നു. ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ ഒരു പരിധി വരെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് ഈ പ്രചരണത്തിലൂടെ കഴിഞ്ഞിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അനവധി തവണ ഭരണഘടന തിരുത്തിയതും അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചതും കോൺഗ്രസ് ആണെന്ന വസ്തുത ഒരു ഉളുപ്പും കൂടാതെ മറച്ചു വെച്ചുകൊണ്ടായിരുന്നു അവരുടെ ഈ പ്രചരണ അഭ്യാസങ്ങളെല്ലാം അരങ്ങേറിയത്. എന്നാൽ നിങ്ങൾ കളിച്ചത് മതി, ഒരു പൊടിക്ക് അടങ്ങ്, ഇനി കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് ഇപ്പോൾ BJP പറയുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ഭരണഘടനയെ അട്ടിമറിച്ചതെന്നും അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചതെന്നും ഇനി ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയും അറിയിക്കുമെന്ന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് BJP. അതായത് ഇനി മുതൽ എല്ലാ വർഷവും ജൂൺ 25-ന് സംവിധാൻ ഹത്യാ ദിവസ്, ഭരണഘടനയെ കൊലപ്പെടുത്തിയ ദിവസമായി ആചരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. ഇതോടെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. അടുത്ത ദശകങ്ങളിൽ ഒന്നും ഇനി ഭരണം കിട്ടില്ല എന്ന് ഉറപ്പായതോടെ ഇനി രാഹുൽ ഗാന്ധിക്ക് വേറെ പണി നോക്കാം എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന അഭിപ്രായവും. മൂലക്കിരുന്ന് കരയുന്നതല്ലാതെ വേറെ വഴിയില്ല എന്നും പറഞ്ഞവരുണ്ട്. 1975 ജൂൺ 25-ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതിനെ അനുസ്മരിച്ചാണ് ഭരണഘടനാ ഹത്യാ ദിവസ് ആചരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സിൽ ഗസറ്റ് വിജ്ഞാപനം പങ്കുവെച്ചുകൊണ്ടാണ് ഭരണഘടനാ ഹത്യാ ദിനം ആചരിക്കുന്ന കാര്യം പുറത്തുവിട്ടത്. ഒരു തെറ്റും ചെയ്യാത്ത ലക്ഷക്കണക്കിന് പേരെ അന്ന് ജയിലിൽ അടച്ചു, മാധ്യമങ്ങളെ നിശബ്ദരാക്കി. സ്വേച്ഛാധിപതി മനോഭാവത്തോടെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധി എന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു. എല്ലാ വർഷവും ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. 1975-ലെ അടിയന്തരാവസ്ഥയുടെ മനുഷ്യത്വഹീനമായ വേദനകൾ നേരിടേണ്ടി വന്ന എല്ലാവരുടെയും മഹത്തായ സംഭാവനകളെ ഈ ദിനം അനുസ്മരിപ്പിക്കുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ഭരണഘടന ചവിട്ടി മെതിക്കപ്പെട്ടതിന്റെ ഓർമ്മപ്പെടുത്തലായി ഈ ദിനം ഓർമ്മിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. അടിയന്തരാവസ്ഥയുടെ ദുരിതം അനുഭവിച്ച ഓരോ വ്യക്തിക്കും ആദരവർപ്പിക്കുന്ന ദിനം കൂടിയാണിത്. കോൺഗ്രസുകാർ ഇന്ത്യക്ക് നൽകിയ ഇരുണ്ട കാലമാണിതെന്നും മോദി കുറിച്ചു. അതേസമയം സർക്കാർ നടപടിയെ വിമർശിച്ച് വളരെ പരിഹാസ്യമായ വാദവുമായാണ് കോൺഗ്രസ് രംഗത്ത് വന്നത്. ജൂൺ 25-ന് എല്ലാ വർഷവും ജനാധിപത്യ ഹത്യാ ദിവസായി നിങ്ങൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ജൂൺ 4-ന് മോദി മുക്ത ദിവസമായി ഞങ്ങളും ആഘോഷിക്കുമെന്നും എന്നാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വ്യക്തമാക്കിയത്. 10 വർഷത്തെ ഭരണത്തിന് ശേഷം നരേന്ദ്രമോദിക്ക് ഇന്ത്യയിലെ ജനങ്ങൾ ധാർമ്മിക തിരിച്ചടി നൽകിയ ദിവസം എന്നാണ് ജയറാം രമേശ് ഇതിനെ വിശേഷിപ്പിച്ചത്. അങ്ങേയറ്റം പരിഹാസ്യം എന്നല്ലാതെ എന്താണ് ഇതിനെപ്പറ്റി പറയേണ്ടത് എന്നേ പറയുവാനുള്ളൂ. സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ നെഹ്റുവിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി 3ാം തവണ അധികാരത്തിൽ വന്നത്. കൂടാതെ BJPക്കെതിരെ മത്സരിച്ച മറ്റെല്ലാ പാർട്ടികളുടെയും സീറ്റുകൾ ചേർത്ത് വെച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് BJPക്ക് കിട്ടുകയുണ്ടായി. കൂടാതെ നരേന്ദ്രമോദിക്ക് അതിശക്ത പിന്തുണയാണ് ഞങ്ങൾ കൊടുക്കുന്നതെന്ന് 2 പ്രധാന ഘടക കക്ഷികളും അർത്ഥശങ്കകളില്ലാതെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോഴും അടുത്ത 5 വർഷത്തേക്കും അതിനുശേഷവും മോദി തന്നെ ആയിരിക്കും പ്രധാനമന്ത്രി എന്ന് സുനിശ്ചിതവുമാണ്. എന്നിട്ടും എന്ത് ധാർമ്മിക പരാജയമാണ് മോദിക്ക് ലഭിച്ചത് എന്നാണ് പ്രസക്തമായ ചോദ്യം. കാര്യങ്ങൾ എന്തായാലും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഈ തീരുമാനം എന്നതിൽ സംശയമൊന്നുമില്ല. ആരാണ് ഭരണഘടന നശിപ്പിച്ചതെന്ന് ഇനി എല്ലാ വർഷവും ഇന്ത്യ മുഴുവൻ ഓർമ്മിക്കാൻ പോവുകയാണ് എന്നതിൽ കൂടുതൽ എന്ത് പണിയാണ് BJP കോൺഗ്രസിന് കൊടുക്കാനുള്ളത്?